നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോണത് ജീൻ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉണ്ടാവുന്നത് എങ്ങനെയാണ്, ആ പ്രോസസ്സിനെ പറ്റിയാണ് നമ്മൾ നോക്കണത്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 പ്രോസസ്സാണ്, ട്രാൻസ്ക്രിപ്ഷനും ഉണ്ട് ട്രാൻസ്ലേഷനും ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ട്രാൻസ്ക്രിപ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ, എന്തൊക്കെ പ്രോസസ്സുകളാണ് അതിൽ നടക്കണേന്ന് നോക്കാം. സോ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താന്ന് നമ്മൾ പറഞ്ഞു, സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള RNA ഒരു DNA-യിൽ നിന്ന് ഉണ്ടാവുന്ന പ്രോസസ്സാണ്. ആ RNA-നെ വിളിക്കുന്ന പേരാണ് മെസ്സഞ്ചർ RNA. ബിക്കോസ് DNA-യിലുള്ള മെസ്സേജസ് അല്ലെങ്കിൽ അതിലുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ട് സൈറ്റോപ്ലാസത്തിലേക്ക് കൊണ്ടുവരുന്ന ആളായതുകൊണ്ടാണ് അതിനെ മെസ്സഞ്ചർ RNA എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ നടക്കുന്നത്. ദാറ്റ് മീൻസ് സിന്തസിസ് ഓഫ് ദ പ്രോട്ടീൻ. ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. സോ അതിലത്തെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. എപ്പോഴും ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക, DNA എന്ന് പറയുന്നത് നമുക്കറിയാം, DNA-ക്ക് 2 അറ്റങ്ങളുണ്ട്, 5' ഉണ്ട്, 3' ഉണ്ട്. എപ്പോഴും ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് 5' to 3' ഡയറക്ഷനിലായിരിക്കും ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. അതിന് വേണ്ട എൻസൈമാണ് RNA പോളിമറേസ്. അപ്പൊ ഈ RNA പോളിമറേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു പുതിയ മെസ്സഞ്ചർ RNA-നെ DNA-യിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പോളിമറേസ് എന്നുള്ള ടേം നമുക്കറിയാം, പോളിമറൈസേഷൻ, പോളിമർ എന്നൊക്കെ പറയുന്നത് എന്താ, ഓരോരോ യൂണിറ്റുകളെ ആഡ് ചെയ്ത് വലിയൊരു സംഭവമാക്കി മാറ്റുക. അപ്പൊ ഇവിടെ RNA-നെയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് അതിന്റെ പേര് RNA പോളിമറേസ് എൻസൈം. അതെങ്ങനെയാണ്, നമ്മൾ DNA സ്ട്രാൻഡിനോട് കോംപ്ലിമെന്ററി ആയിട്ടുള്ളതും ആന്റി പാരലൽ ആയിട്ടുള്ളതുമായിട്ടുള്ള RNA സ്ട്രാൻഡ് ആയിരിക്കും അതിൽ നിന്നും ഉണ്ടാവണത്. കോംപ്ലിമെന്ററി എന്ന് പറയുമ്പോൾ എന്താ, DNA-യിലെ സീക്വൻസ് എങ്ങനെയാണോ അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ്സ് ആയിരിക്കും RNA-യിൽ ഉണ്ടാവുക. DNA-യിൽ A ആണെങ്കിൽ അതിൽ നിന്ന് ഉണ്ടാവുന്ന RNA-യിൽ എന്തായിരിക്കും, T ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞു തൈമിൻ ഇല്ല RNA-യിൽ, അതുകൊണ്ട് യുറാസിലായിരിക്കും. DNA-യിൽ G ആണെങ്കിൽ RNA-യിൽ C ആയിരിക്കും. DNA-യിൽ C ആണെങ്കിൽ RNA-യിൽ G ആയിരിക്കും. DNA-യിൽ T ആണെങ്കിൽ RNA-യിൽ A ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ആയിട്ടുള്ള സീക്വൻസുകൾ ആയിരിക്കും RNA-യിൽ ഉണ്ടാവുക. അപ്പൊ ജീൻ എക്സ്പ്രഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഏതൊരു റീജിയൻ ആണോ ഈ ട്രാൻസ്ക്രൈബ് ചെയ്ത mRNA ഉണ്ടാക്കുന്നത്, അതായത് ആ ജീനിന്റെ ആ ഒരു ലെങ്ത്, ആ അത്രയും ഭാഗമായിരിക്കും ട്രാൻസ്ക്രൈബ് ചെയ്ത് RNA ഉണ്ടാക്കുന്നത്. ആ സ്ട്രെച്ച് ഓഫ് DNA-നെ വിളിക്കുന്ന പേരാണ്. കാരണം നമുക്കറിയാം എൻറ്റയർ DNA-യിൽ കുറെ ജീനുകൾ ഉണ്ട്, ഓരോന്നും ഓരോരോ പ്രോട്ടീന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ ആദ്യത്തെ പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പൊ ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന DNA-യിൽ ആ റീജിയൻ, അതിൽ നിന്നായിരിക്കും mRNA ഉണ്ടാവുന്നത്. ആ റീജിയനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. അല്ലെങ്കിൽ നമ്മൾ മുന്നേ ഫസ്റ്റ് ക്ലാസ്സിൽ ഇതിലത്തെ നമ്മുടെ മോഡേൺ കൺസെപ്റ്റ്സ് ഓഫ് ജീൻസ് എന്ന് പറഞ്ഞതിൽ പറയുന്നത് ട്രാൻസ്ക്രിപ്റ്റോൺ എന്നുള്ള ടേമും അവിടെ യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ ഇനി ട്രാൻസ്ക്രിപ്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അതിന്റെ പ്രോസസ്സിലേക്കാണ് പോണത്. 3 സ്റ്റെപ്പായിട്ടാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. ഒന്ന് ഇനീസിയേഷൻ, അതായത് തുടക്കം. ഇലോങ്ങേഷൻ, അതായത് നീട്ടം വെക്കുന്ന പ്രോസസ്സ്. പിന്നെന്താ, ടെർമിനേഷൻ, അതായത് എന്താണ്, അവസാനിക്കുന്നു. അപ്പൊ തുടങ്ങുന്നു, നീട്ടം വെച്ച് വരുന്നു, അവസാനിക്കുന്നു. ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. കണ്ടോ, ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതാണ് നമ്മളുടെ DNA. ഈ DNA എന്നാണ് നമുക്ക് RNA ഉണ്ടാക്കേണ്ടത്. അപ്പൊ ആദ്യം വേണ്ടത് എന്താണ്, ഒരു RNA പോളിമറൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എൻസൈം പറഞ്ഞു, RNA പോളിമറൈസ് വന്ന് DNA-യിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വന്ന് ബൈൻഡ് ചെയ്യണം. അതായത് പ്രൊമോട്ടർ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, അതായത് ട്രാൻസ്ക്രിപ്ഷനെ പ്രൊമോട്ട് ചെയ്യണം, അതായത് ട്രാൻസ്ക്രിപ്ഷനെ ഭയങ്കരമായിട്ട് നടത്താൻ സഹായിക്കുന്ന ഏരിയ, റീജിയൻ ആണ് പ്രൊമോട്ടർ. അവിടെ വന്നിട്ട് ആര് ബൈൻഡ് ചെയ്യും, RNA പോളിമറൈസ് ബൈൻഡ് ചെയ്യും. ആ പ്രൊമോട്ടർ കഴിഞ്ഞിട്ടുള്ള ഭാഗം തൊട്ടിട്ടായിരിക്കും നമുക്ക് mRNA ഉണ്ടാക്കേണ്ട സീക്വൻസ് ഉണ്ടായിരിക്കും. ഇത് 5' എൻഡ് ആയിരിക്കും, ഇത് 3' എൻഡ് ആയിരിക്കും. അപ്പൊ 5' to 3' എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിലായിരിക്കും RNA പോളിമറൈസ് മൂവ് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. കണ്ടോ, അപ്പൊ ഇവിടെ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നിന്ന് ഇവിടം വരെ എത്തിയപ്പോഴേക്കും mRNA ഇത്ര ലെങ്ത് ആയി. അവിടെ നിന്ന് ഇവിടം വരെ എത്തിയപ്പോഴേക്കും ലെങ്ത് കുറച്ചും കൂടെ കൂടി. ഇനി ലാസ്റ്റ് ആയപ്പോ എന്താണ്, സ്റ്റോപ്പ് സീക്വൻസ്, അല്ലെങ്കിൽ എന്താ പറയാ നിർത്താനുള്ള സീക്വൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ജനറ്റിക് കോഡില്. ആ സീക്വൻസ് ആണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത്രയും റീജിയനാണ് ജീൻ ഉള്ളത്, ഇത്രയും റീജിയൻ ആണ് നമുക്ക് mRNA-യിലേക്ക് കോപ്പി ചെയ്തെടുക്കേണ്ടത്. അപ്പൊ അത്രയും റീജിയന്റെ mRNA ആണ് ഇവിടെ ഉണ്ടായത്. അപ്പൊ ആ 3 സ്റ്റെപ്സ് ആണ്. അപ്പൊ ആദ്യം ഇനീസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, DNA ഉണ്ട്, RNA പോളിമറൈസ് ഉണ്ട്, RNA പോളിമറൈസ് പ്രൊമോട്ടറിൽ വന്ന് ബൈൻഡ് ചെയ്തിരിക്കുന്നു. ഇതാണ്
ഇനീസിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? RNA പോളിമറേസ് വിൽ മൂവ് ഫ്രം 5' to 3' ഡയറക്ഷൻ. അപ്പൊ എന്തുണ്ടാവുക? അതിൽ നിന്നും RNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവസാനം ടെർമിനേഷൻ സ്റ്റോപ്പ് കോഡോൺ എത്തുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? പിന്നെ ഫർദർ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല. RNA കംപ്ലീറ്റ് ആയി അത് റിലീസ് ചെയ്യാണ് ചെയ്യണത്. ഇവിടെ ഡയറക്ഷൻ തെറ്റാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. 3' to 5' എന്നാണ്. 5' to 3' ആണ് കേട്ടോ. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യണത്, ഇത് ഇങ്ങോട്ടല്ല മൂവ് ചെയ്യണത്. നമുക്കറിയാം ഇത് ഇവിടെയായിരുന്നു പൊസിഷൻ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യണത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ ഒക്കേഴ്സ് ഇൻ 5' 3' ഡയറക്ഷൻ ആണെന്ന് കേട്ടോ. അതിൽ തെറ്റി കൊടുത്തേക്കുന്നതാണ്, കൺഫ്യൂഷൻ ആവരുത്. അപ്പൊ അതൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. ഇതിൽ ഭയങ്കര ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾ ഓവറായിട്ട് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇനീസിയേഷൻ. അതായത് എന്താ? RNA പോളിമറൈസ് ബൈൻഡ് ചെയ്യണ പ്രോസസ്സാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എവിടെയാണ് ബൈൻഡ് ചെയ്യണത്? പ്രൊമോട്ടർ സൈറ്റിലാണ് വന്നിട്ട് ബൈൻഡ് ചെയ്യണത്. അതായത് RNA പോളിമറൈസ് ഒരു ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വന്ന് ഇരിക്കേണ്ട സ്ഥലമാണ് പ്രൊമോട്ടർ. അവിടെ വന്നിട്ടായിരിക്കും അത് ബൈൻഡ് ചെയ്യാം. ഇനി സാധാരണഗതിയിൽ RNA പോളിമറൈസ് എന്ന് പറയുന്നത് ഒരു എൻസൈം ആണ്, ഒരു സ്ട്രക്ചർ ഉള്ള ഒരു സാധനമാണ്. അതിന് 5 സബ് യൂണിറ്റ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. 5 സബ് യൂണിറ്റുകളുടെ പല പേരുകളാണ്. അപ്പൊ 5 സബ് യൂണിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാലും മതി. ഇത്രയും ഡീറ്റെയിൽസിലേക്ക് പേരുകൾ പറയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ബൈൻഡ് ചെയ്തു, DNA വന്ന് പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്തു. ഇനി ബൈൻഡ് ചെയ്യുമ്പോൾ അടുത്തത് എന്താ ചെയ്യേണ്ടത്? DNA ഇങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ് അല്ലെ, ചുറ്റിപ്പിണഞ്ഞ് കിടക്കുകയാണ്. അതിനൊന്ന് ലൂസാക്കി ഇങ്ങനെ ഊരി തുറന്നു വെക്കണം. കാരണം എന്താ? ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ കാണാം, കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ് കണ്ടോ. ഇത് മൂവ് ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ തുറന്നു വെക്കണം. എന്നാലാണ് ഈ സീക്വൻസുകൾ എന്താന്ന് റീഡ് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള mRNA ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് അൺവൈൻഡിങ്. അൺവൈൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? ചുറ്റിപ്പിണഞ്ഞ് കിടക്കണേനെ ലൂസാക്കി എടുക്കുന്ന പ്രോസസ്സാണ് അൺവൈൻഡിങ്. അപ്പൊ പ്രൊമോട്ടറിൽ നിന്നും RNA പോളിമറൈസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച്, അല്ലെങ്കിൽ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ പതുക്കെ ആ ബൈൻഡ് ചെയ്ത ഭാഗത്ത് നിന്ന് DNA സ്ട്രാൻഡ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് അകന്ന് നിൽക്കും. അതാണ് അൺവൈൻഡിങ്. അപ്പോഴാണ് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ. ഇനി ഏത് പൊസിഷനിൽ നിന്നാണ് RNAയുടെ ആദ്യത്തെ ബേസ് ആഡ് ചെയ്യുന്നത്? അത് DNAയുടെ ഏത് പോയിന്റിൽ നിന്നാണ് വായിച്ചിട്ട് ഫസ്റ്റ് RNA പ്രൊഡ്യൂസ് ചെയ്യണം, അതിന്റെ ഫസ്റ്റ് സീക്വൻസ് ആഡ് ചെയ്യണത്, ആ സൈറ്റിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാർട്ട് സൈറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇനീസിയേഷനിൽ പറയാനുള്ളത്. അപ്പൊ മെയിൻ ആയിട്ട് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് ഇനീസിയേഷനിൽ RNA പോളിമറൈസ് എൻസൈം ആണ് mRNA ഉണ്ടാക്കുന്നത് ഫ്രം DNA സ്ട്രാൻഡ്. DNA സ്ട്രാൻഡിൽ RNA പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്യുന്ന സ്ഥലത്തിന്റെ പറയുന്ന പേരാണ് പ്രൊമോട്ടർ. ഈ പ്രൊമോട്ടർ സീക്വൻസ് എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷൻ തുടങ്ങണതിന് തൊട്ട് മുന്നേ ഉള്ള സീക്വൻസ് ആണ്. പിന്നെ ഒരു RNA പോളിമറൈസ് എൻസൈമിന് 5 സബ് യൂണിറ്റ് ഒക്കെ ഉള്ള ഒരു സ്ട്രക്ചർ ആണുള്ളത്. പിന്നെ ഇത് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന സ്പൈറലി ബൈൻഡ് ചെയ്തിരിക്കുന്ന DNA സ്ട്രാൻഡ് വിൽ അൺവൈൻഡ് ആൻഡ് വിൽ സെപ്പറേറ്റ് ഇൻടു 2 സ്ട്രാൻഡ്സ് ആൻഡ് സെപ്പറേറ്റ് ചെയ്യും. ദെൻ RNA പോളിമറൈസ് ക്യാൻ ഈസിലി find the sequences and can produce the mRNA. ഏത് പോയിന്റിൽ നിന്നാണോ ഫസ്റ്റ് mRNAയുടെ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്യാൻ തുടങ്ങുന്നത് ആ പോയിന്റിനെയാണ് സ്റ്റാർട്ട് തുടങ്ങണ സൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തത് എന്താ? ഇലോങ്കേഷൻ. നീട്ടം വെച്ച് വരുന്നു. ഇതൊന്നുമില്ല, RNA പോളിമറൈസ് മൂവ് ചെയ്യുന്നു. ഇനി അത് മൂവ് ചെയ്ത് വായിച്ച് മൂവ് ചെയ്യണം. DNA A ആണോ, DNA T ആണോ, C ആണോ, G ആണോ, അങ്ങനെ വായിച്ച് പോകുന്നു. അതിനനുസരിച്ചിട്ട് അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള സീക്വൻസ് ഇങ്ങനെ RNA ഇങ്ങനെ ആഡ് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അതാണ് സീക്വൻഷ്യലി സിന്തസൈസ്ഡ്. അതിന്റെ ഒപ്പം തന്നെ RNA ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ DNA ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് DNA ഇങ്ങനെ തുറന്നു ഓരോ ഭാഗം തുറന്നു കൊടുക്കും. അപ്പൊ RNA പോളിമറൈസ് അത് വായിച്ച് പോയിട്ട് എന്താ ബേസസിന്റെ പേരുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് കണ്ടോ. ഒരു 10-20 DNA ബേസസ് ഒക്കെ ഒറ്റയടിക്ക് ഇങ്ങനെ തുറന്നു വായിച്ച് പോകും കണ്ടോ. അപ്പൊ RNA പോളിമറൈസ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ് ന്യൂക്ലിയോടൈഡ്സിന് ഉണ്ടാക്കുന്നത്? 5' 3'. അപ്പൊ അത് പോണ ആ ഡയറക്ഷൻ ആണ് 5' 3'. ആ പിക്ചറിൽ അതാണ് പറഞ്ഞത്, ഞാൻ തെറ്റുണ്ട്. പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ 3' 5' എന്നാണ്. അവിടെയല്ല, ഇവിടെയാണ് 5'. കാരണം ഇവിടെ ബൈൻഡ് ചെയ്തിട്ട് ഇങ്ങനെയാണ് മൂവ് ചെയ്ത് വായിച്ച് പോണത്. അപ്പൊ അത് ക്ലിയർ ആക്കാട്ടോ. ഓക്കെ, ഇനി അവസാനത്തെ സ്റ്റെപ്പ് എന്താ? ടെർമിനേഷൻ, സ്റ്റോപ്പ്. അപ്പോ ടെർമിനേറ്റർ, അപ്പൊ തുടങ്ങുന്ന സ്ഥലത്തിന്റെ പേര് പ്രൊമോട്ടർ എന്നും DNA അവസാനിക്കണം, അതായത് RNA ഉണ്ടാക്കുന്ന പ്രോസസ് അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ അവസാനിക്കുന്ന പോയിന്റിനെ ടെർമിനേറ്റർ എന്നാണ് വിളിക്കുക. ടെർമിനേറ്റർ അതൊരു സീക്വൻസ് ആണ്. ഒരു റീജിയൻ എത്തുമ്പോൾ അവിടെ ഇങ്ങനത്തെ ഒരു സീക്വൻസ് വരും. AAU AAA.
അങ്ങനെ ഒരു സീക്വൻസ് വരുമ്പോൾ പിന്നെ അങ്ങോട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ട, ആ ഒരു ജീൻ കംപ്ലീറ്റ് ആയി എന്ന് മനസ്സിലാവും. അപ്പൊ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. ഉടനെ ഉണ്ടായ RNA ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നിൽക്കുകയായിരിക്കും RNA പോളിമറൈസിലേക്ക്. ആ RNA പോളിമറൈസ് എന്ത് ചെയ്യും? നമ്മൾ പുതുതായി ഉണ്ടാക്കിയ RNA എന്താ പറയാ, റിലീസ് ചെയ്യും. അല്ലെങ്കിൽ DNA അറ്റാച്ച് ചെയ്തിരിക്കുന്നതിന് ഡിസോസിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ റിലീസ് ചെയ്യും. അപ്പൊ RNA പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതാണ് 3 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഒരു പിക്ചർ നമ്മൾ നോക്കാം. കണ്ടോ, പ്രൊമോട്ടർ സീക്വൻസ് അവിടെ വന്നിട്ട് ബൈൻഡ് ചെയ്തു RNA പോളിമറൈസ്, മൂവ് ചെയ്ത് പോകുമ്പോൾ അതിനനുസരിച്ച് ഇത് RNA പ്രൊഡ്യൂസ് ചെയ്യണു. RNA എന്നിട്ട് റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. സ്റ്റോപ്പ് സീക്വൻസ് എത്തി, അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ടെർമിനേഷൻ നടക്കും. ഇതാണ് ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. ഇനി ഇതന്നെയാണ് ഇതിപ്പോ പ്രോകാരിയോട്സിലും നടക്കും. പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞാൽ ലോവർ ഓർഗാനിസം, ബാക്ടീരിയ അങ്ങനെയുള്ളതൊക്കെ, അതിലും നടക്കുന്നുണ്ട് എന്ത്? ട്രാൻസ്ക്രിപ്ഷൻ. അതുപോലെ തന്നെ എന്താണ്, യൂകാരിയോട്സിലും ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നുണ്ട്. രണ്ടിലും ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെ യൂകാരിയോട്സിൽ കുറച്ചും കൂടെ പണിയുണ്ട്. ട്രാൻസ്ക്രിപ്ഷൻ mRNA പ്രൊഡ്യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടില്ല. mRNA ഒരു റോ കണ്ടീഷനിലാണ്, അല്ലെങ്കിൽ അത്ര ബെസ്റ്റ് കണ്ടീഷനിലല്ല. അതിന് ഇനി കുറച്ച് സുന്ദര കുട്ടപ്പനാക്കാണ്ട്, കുറച്ച് കട്ടിങ് ഷേവിംഗ് ഒക്കെ നടത്തി ലുക്ക് ആക്കാനുണ്ട്. ആ പ്രോസസ്സ്, അങ്ങനെ കട്ടിങ് ഷേവിംഗ് നടത്തുന്ന പ്രോസസ്സ് mRNA കാണുന്നത് യൂകാരിയോട്സിലാണ്. അത് മാത്രമാണ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂകാരിയോട്സ് ആൻഡ് പ്രോകാരിയോട്സിലുള്ള ഡിഫറൻസ്. അപ്പൊ യൂകാരിയോട്ടിക് ട്രാൻസ്ക്രിപ്ഷനിലുള്ളതാണ്. കണ്ട, പ്രോകാരിയോട്സിനോട് സിമിലർ തന്നെയാണ്. RNA പോളിമറൈസും പല 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് 2 പേരിലും RNA പോളിമറൈസ് 2 ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത, ഇതാണ് അതിന്റെ ഒരു ഡിഫറൻസുകൾ. ജസ്റ്റ് അതൊന്ന് നോക്കി പോവാട്ടാ. പ്രോസസിങ് ഓഫ് mRNA പ്രോസസിങ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. നമ്മള് ഫസ്റ്റ് ഇതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ജീൻസ്, പലതരത്തിലുള്ള ജീൻസ്, സ്പ്ലിറ്റ് ജീൻസ് എന്ന് പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ഇന്ററപ്റ്റഡ് ജീൻസ്, അതായത് ഇൻട്രോൺസും എക്സോൺസും മിക്സ് ചെയ്ത് കിടക്കുന്ന ഒരു സ്ട്രക്ചർ. അതായത് DNA തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലതും ആവശ്യമില്ലാത്ത സീക്വൻസുകളും ഉണ്ട്, പ്രോട്ടീനിനെ കോഡ് ചെയ്യണ ആവശ്യമുള്ള സീക്വൻസുകളും ഉണ്ട്. നമ്മൾ ഈ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിൽ അതൊന്നും നോക്കില്ല. പ്രൊമോട്ടറിന്റെ അവിടെ ബൈൻഡ് ചെയ്തോ അതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ടിൽ ടെർമിനേറ്റർ എത്തണ വരെ. അപ്പൊ അതിൽ നിന്ന് ഉണ്ടാവണ mRNA കുറെ ഭാഗങ്ങൾ ആവശ്യമില്ലാത്തതും ഉണ്ടാവും, കുറെ ഭാഗങ്ങൾ ആവശ്യമുള്ളതും ഉണ്ടാവും. അപ്പൊ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഭംഗിയാക്കി എടുക്കുന്ന പ്രോസസ്സിനെയാണ് പ്രോസസിങ് ഓഫ് mRNA. അപ്പൊ അത് മെയിൻ ആയിട്ട് കാണുന്നത് യൂകാരിയോട്സിലാണ്, പ്രോകാരിയോട്സിലല്ല. കാരണം എന്താണെന്നറിയോ? പ്രോകാരിയോട്സ് എന്ന് പറയുന്നത് എന്താ? പ്രോകാരിയോട്ട്, ഒരു ട്രൂ ന്യൂക്ലിയസ് അവരിൽ ഇല്ല, അല്ലെങ്കിൽ പ്രിമിറ്റീവ് ന്യൂക്ലിയസ് ആണ്. യൂകാരിയോട്സ് എന്ന് പറയുന്നത് എന്താ? ട്രൂ ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസംസ്. അപ്പൊ ട്രൂ ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസത്തിലാണ് DNA എവിടെ ഇരിക്കുന്നത്? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. പ്രോകാരിയോട്സിൽ ന്യൂക്ലിയസ് ഇല്ലല്ലോ. അപ്പൊ അവരുടെ DNA എവിടെ ഉണ്ടാവുക? സൈറ്റോപ്ലാസത്തിൽ തന്നെയാണ്. അപ്പൊ DNAക്ക് എവിടേക്കും പോകാനൊന്നുമില്ല, RNAക്കും എവിടേക്കും പോകാനില്ല, എല്ലാവരും സൈറ്റോപ്ലാസത്തിൽ തന്നെയാണ്. DNAയും RNAയും പ്രോട്ടീൻ ഉണ്ടാവുന്നതൊക്കെ സൈറ്റോപ്ലാസത്തിലാണ്. പക്ഷെ യൂകാരിയോട്സിന്റെ കേസിൽ എങ്ങനെയാണ്? ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിലും ട്രാൻസ്ലേഷൻ നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലുമാണ്. ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് DNA ഇരിക്കുന്നത്. DNA ഒരിക്കലും ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ല. പക്ഷെ സൈറ്റോപ്ലാസത്തിലെ ട്രാൻസ്ലേഷൻ നടക്കുകയുള്ളൂ. അപ്പോ അതിന് വേണ്ടിയിട്ടാണ് ഈ mRNA അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ നടത്തിയിട്ടുള്ള mRNA സൈറ്റോപ്ലാസത്തിലേക്ക് ഇറങ്ങി വരണത്. അതാണ് ആകെയുള്ള ഒരു വ്യത്യാസം. പ്രോകാരിയോട്സിൽ നോക്കൂ, 2 പ്രോസസ്സും ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനിലും എവിടെയാണ് നടക്കുന്നത്? സൈറ്റോപ്ലാസം ആണ്. ബിക്കോസ് അവിടെ ന്യൂക്ലിയസ് ഇസ് ആബ്സെന്റ്. അപ്പോഴാണ് ഈ പറഞ്ഞ RNA പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിന്റെ ഇമ്പോർട്ടൻസ് എന്തായിരിക്കും? നമ്മളിപ്പോ വീട്ടിൽ തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത്, എവിടേക്കും പോവാനും ഇല്ല, ഒന്നുമില്ലെങ്കിൽ നമ്മൾ അണിഞ്ഞൊരുങ്ങി അല്ലെങ്കിൽ ഭംഗിയാവോ? ഇല്ല, നമ്മൾ അങ്ങനെ നടക്കും അല്ലെ? പക്ഷെ അതാണ് പ്രോകാരിയോട്സിന് നടക്കുന്നത്. അവിടെ തന്നെയാണ് ന്യൂക്ലിയസ്, അവിടെ തന്നെയാണ് എന്താ പറയാ, ന്യൂക്ലിയസ് ഇല്ല, DNA അവിടെ തന്നെയാണ് എന്താ പറയാ mRNA ഉണ്ടാവണതും, mRNA പ്രോട്ടീൻ ഉണ്ടാവണതും ഒക്കെ സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിൽ. ആർക്കും എവിടേക്കും ഒന്നും പോവാനില്ല. അപ്പൊ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഒരു യൂകാരിയോട്ടിന്റെ കേസിൽ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ മാത്രമാണ് DNA ഇരിക്കുന്നത്. ഇൻഫർമേഷൻ ഇപ്പുറത്ത് എത്തിയാൽ, സൈറ്റോപ്ലാസത്തിൽ എത്തിയാൽ മാത്രമാണ് എന്ത് നടക്കുള്ളൂ? ട്രാൻസ്ലേഷൻ നടക്കുള്ളൂ. അപ്പൊ ഒരു സ്ഥലത്തേക്ക് പോകണം. എവിടെ നിന്ന്? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്ക് പോകണം. ഒരു യാത്രയുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഉണ്ടായ mRNA ഒന്ന് സുന്ദര കുട്ടപ്പനായി മേക്കപ്പ് ചെയ്തിട്ടൊക്കെയാണ് ഇറങ്ങുക.
ആ പ്രോസസ്സാണ് ഈ പ്രോസസ്സിംഗ് ഓഫ് mRNA. അപ്പൊ ആദ്യം ഉണ്ടായ mRNA, അതായത് അങ്ങനെ ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞുണ്ടായ mRNA വിളിക്കണ പേരാണ് പ്രീ mRNA. ആ പ്രീ mRNA കുറച്ച് പ്രോസസ്സുകളൊക്കെ നടത്തി മെച്യൂറായി, മെച്യൂർ mRNA ആയിട്ടാണ് എവിടേക്ക് ഇറങ്ങുക, ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്ക് ഇറങ്ങുന്നത്. അതിനെ വിളിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സാണ് ഇപ്പൊ ഈ പറഞ്ഞ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ പ്രോസസ് മോഡിഫിക്കേഷൻ എന്നും പറയും, അല്ലെങ്കിൽ പ്രീ ട്രാൻസ്ലേഷണൽ mRNA മോഡിഫിക്കേഷൻ. ആ പേരിൽ തന്നെയുണ്ട്. ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ട് കുറച്ച് സുന്ദരക്കുട്ടപ്പനാവുക, അല്ലെങ്കിൽ ട്രാൻസ്ലേഷന് മുന്നേ സുന്ദരക്കുട്ടപ്പനാവുക. കാരണം ഈ സുന്ദരക്കുട്ടപ്പനായി പുറത്തേക്ക് ഇറങ്ങിയിട്ട്, പുറത്തേക്ക് എന്ന് പറഞ്ഞ സൈറ്റോപ്ലാസത്തിൽ എത്തുന്നത് എന്തിനാ? ട്രാൻസ്ലേഷൻ നടക്കാൻ. അപ്പൊ എന്തൊക്കെയാണ് ആ വ്യത്യാസങ്ങൾ? ഒരു തൊപ്പി വെക്കും, ഒരു വാല് വെക്കും, പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയും. ഈ 3 കാര്യങ്ങളാണ് പ്രോസസ്സിംഗ് ഓഫ് mRNA എന്ന് പറയുന്നത്. തൊപ്പി, ക്യാപ്പിംഗ്, 5' ക്യാപ്പിംഗ്, അതായത് mRNAക്കും 5' 3' ഒക്കെ ഉണ്ടായിരിക്കും. 5' എൻഡില് ഒരു 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 സീക്വൻസ് ആഡ് ചെയ്ത് കൊടുക്കും. ഇറ്റ് ഈസ് എ ക്യാപ്പിംഗ് എന്നാണ്. ഒരു തൊപ്പി വെക്കുന്ന പോലെയാണ് അതിനെ പറയുന്നത്. അതുകൊണ്ടാണ് ക്യാപ്പിംഗ്, 5' ഒരു ക്യാപ്പിംഗ്. എന്താണ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്? ഈ ഒരു കെമിക്കലാണ് 7-methyl guanosine എന്ന് പറഞ്ഞൊരു മോളിക്യൂളിനെ 5' എൻഡിൽ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അത് എന്തിനാന്ന് വെച്ചാൽ mRNAക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ പല എൻസൈംസിൽ നിന്നും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ. ഇനി ഞാൻ പറഞ്ഞു വാല് വെക്കുന്നത്. അപ്പൊ തലയിലും വാലിലും ഓരോ സാധനങ്ങൾ ചെയ്യാണ്. 3' എൻഡില് എന്ന് പറഞ്ഞാൽ അടുപ്പിച്ച് അഡിനോസിൻ അല്ലെങ്കിൽ അഡിനിൻ ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. കുറെ ഉണ്ടാവും. അതും എന്തിനാണ്? mRNA സ്റ്റെബിലൈസ് ചെയ്യാനാണ്, അതിന് ഇത്തിരി കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് അഡിനിലേഷൻ. അപ്പൊ ക്യാപ്പ് ചെയ്തു, ഒരറ്റത്ത് 5' ക്യാപ്പിങ്ങും ചെയ്തു, 3' പോളി അഡിനിലേഷനും ചെയ്തു. ഇനി ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുന്ന പ്രോസസ്സാണ് സ്പ്ലൈസിംഗ് എന്ന് പറയണത്. ഞാൻ പറഞ്ഞു നോൺ കോഡിംഗ് ആയിട്ടുള്ള സീക്വൻസുകളാണ് ഇൻട്രോൺസ്. ആ ഇൻട്രോൺസിനെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്തിട്ട് എല്ലാ എക്സോൺസിനെയും ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങണ mRNA ആണ് മെച്യൂർ mRNA. മെച്യൂർ mRNA ആയിരിക്കും ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് സൈറ്റോപ്ലാസത്തിലേക്ക് പോയിട്ട് അത് ട്രാൻസ്ലേഷൻ നടത്തുന്നത്. കണ്ടോ, ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് നമ്മുടെ DNA-യിൽ നിന്നും ട്രാൻസ്ക്രിപ്ഷൻ വഴി അത് തുറന്നു, എന്നിട്ട് അതിൽ നിന്നും എന്ത് ഫോം ചെയ്തു? mRNA ഫോം ചെയ്തു. ഈ പ്രൈമറി അല്ലെങ്കിൽ ഇമ്മെച്യൂർ ആയിട്ടുള്ള പ്രീ mRNAയുടെ സ്ട്രക്ചർ ആണ് ഈ ഫുൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഫസ്റ്റത്തെ ഈ സംഭവം ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. എക്സോൺ ഉണ്ട്, ഇൻട്രോൺ, എക്സോൺ, ഇൻട്രോൺ, എക്സോൺ, ഇൻട്രോൺ. അപ്പൊ എക്സോൺസ് ആണ് നമുക്ക് വേണ്ടത്. എക്സോണിൽ മാത്രമേ ജീൻ അല്ലെങ്കിൽ ജനറ്റിക് കോഡ് ആവശ്യമുള്ളതുള്ളൂ. ഈ ഭാഗത്തൊന്നും ഒന്നുമില്ല, ജനറ്റിക് കോഡ് ഇല്ല, അല്ലെങ്കിൽ പ്രോട്ടീനെ കോഡ് ചെയ്യണത് ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് കളയണം. അപ്പൊ ഇതാണ് ഫസ്റ്റ് പുറത്തേക്ക് വന്ന, അതായത് പുറത്തേക്ക് ഇൻ ദ സെൻസ് DNA-യിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത mRNA, പ്രീ mRNA വിച്ച് ഈസ് സീൻ ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. ഇനി ന്യൂക്ലിയസിൽ വെച്ചിട്ട് ഇതിനെ കുറച്ച് മേക്കപ്പ് ചെയ്ത് സുന്ദരനാക്കും. ഒന്ന് എന്താ ചെയ്യണേ? 5' ക്യാപ്പ് ഇട്ട് കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞു ആ കെമിക്കലിന്റെ പേരെന്തായിരുന്നു? 7-methyl guanosine. ആ 7-methyl guanosine 5' എൻഡിൽ ഇട്ട് കൊടുത്തു. 3' എൻഡിൽ എന്താ? എന്നിട്ടുള്ള ടെയില്, ഒരു വാല് പോലെ ഇങ്ങനെ ഏനെ ആഡ് ചെയ്തു. പോളി ഒരുപാട് ഏനെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ടെയില്. പിന്നെ സ്പ്ലൈസിങ് നടത്തി. കണ്ടോ, ഇൻട്രോൺസ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എക്സോൺസിനെ മാത്രം ജോയിൻ ചെയ്തു. ഇപ്പൊ എന്താ? കറക്റ്റ് ഇവിടം തൊട്ട് ഇവിടം വരെ പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന സീക്വൻസ് മാത്രമായി. മറ്റേത് ഇവിടെ നോക്കൂ, ഇത്ര ഭാഗം കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്തൊരു ഭാഗം, ഇത്ര ഭാഗം കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത. പക്ഷെ ഇതിൽ അങ്ങനെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന സീക്വൻസ്. ഇങ്ങനെയുള്ള ഫൈനൽ ആയിട്ടുള്ള mRNA വിളിക്കുന്ന പേരാണ് മെച്യൂർ mRNA, സ്പ്ലൈസ്ഡ് mRNA എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടും. അപ്പൊ ഈ ഇങ്ങനെ മോഡിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് RNA പ്രോസസ്സിംഗ് ഇൻ യൂകാരിയോട്സിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇതിന് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷനോ പ്രീ ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷനോ mRNA മോഡിഫിക്കേഷൻ അങ്ങനെ പല പേരുകളിലും ഈ ഒരു പ്രോസസ്സ് അറിയപ്പെടുന്നു. അപ്പൊ ഇതാണ് അതിന്റെ തന്നെ വേറൊരു പിക്ചർ കണ്ടോ. എക്സോൺ ഇൻട്രോണിനൊക്കെ ഉള്ള സ്ട്രക്ചറിനെ മാറ്റി എക്സോൺസ് മാത്രമായിട്ടുള്ള ഒരു സ്ട്രക്ചറായി. ഇവിടെ ഒരു ക്യാപ്പ് ഇട്ട് കൊടുത്തു, ഇവിടെ ടെയിൽ ഇട്ട് കൊടുത്തു. അത് എന്താ ടെയിലും ക്യാപ്പ് എന്നുള്ളത് ഇവിടെ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. 7-methyl guanosine ക്യാപ്പും പോളി എ ടെയിലുമാണ് ഇട്ട് കൊടുക്കണേ. ദിസ് പ്രോസസ് ഇസ് ടേംഡ് ആസ് mRNA പ്രോസസ്സിംഗ്. എന്നിട്ടാണ്
എന്നിട്ടാണ് ഈ mRNA എവിടേക്ക് കൊണ്ടുപോകുന്നു, ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്ക് വരുന്നു. അവിടെ വെച്ചിട്ടാണ് എന്ത് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ സൈറ്റോപ്ലാസം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ബാക്കി കുറെ ഓർഗനൽസ് ഉള്ള സാധനമാണ് അല്ലെ. സൈറ്റോപ്ലാസത്തിലാണ് മറ്റേ ലൈസോസോമും പെറോക്സിസോം, റൈബോസോം, പിന്നെ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്, അങ്ങനെ എല്ലാവിധ ഓർഗനൽസ് ഒക്കെ ഇരിക്കണ വലിയൊരു സ്ഥലമാണ്. എല്ലാ ഗുണ്ടകളും ഉണ്ടാവും. അപ്പൊ ഇവരിൽ നിന്നൊക്കെ രക്ഷിക്കണമെങ്കിൽ ആയുധങ്ങളും അല്ലെങ്കിൽ രക്ഷാകവചങ്ങളൊക്കെ ആയിട്ട് വേണം നമ്മുടെ mRNA ഇറങ്ങി വരാൻ. കാരണം അത്രയും ഓർഗാൻസത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ക്യാരി ചെയ്തിട്ടാണ് ആള് വരുന്നത്. അപ്പൊ ഏതെങ്കിലൊക്കെ ഈ എന്താ പറയുക ലൈസോസോംസ് ഒക്കെ ഫുൾ എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൂയിസൈഡൽ ബാഗ്സ് ആണ് അല്ലെ. പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഓർഗനൽസിനെ പറ്റിയിട്ട്. അതൊക്കെ ഏതെങ്കിലും എൻസൈം അങ്ങോട്ട് പുറത്തേക്ക് വിട്ടേന് ഇത് വന്ന് തട്ടി കഴിഞ്ഞാൽ ഈ mRNA ചത്തുപോവല്ല, ആക്ച്വലി ഡീഗ്രേഡ് ചെയ്യും. ഞാൻ ആ കൺസെപ്റ്റ് ആണ് കേട്ടോ കഥ പോലെ പറയുന്നത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്, സ്റ്റെബിലൈസ് ചെയ്യാനും പ്രൊട്ടക്ഷനും വേണ്ടിയിട്ടാണ് മെച്യൂർ mRNA എന്നുള്ള രൂപത്തിലേക്ക് ഇതിനെ പുറത്തേക്ക് വിടുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അപ്പൊ ഇങ്ങനെയാണ് മൊത്തത്തിലുള്ള ട്രാൻസ്ക്രിപ്ഷൻ. അപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ പറയുമ്പോൾ ഈ ഒരു പ്രോസസിംഗ് ഓഫ് mRNA ഇൻ യൂകാരിയോട്സ് എന്നും കൂടെ പറഞ്ഞാലാണ് ആ എൻറ്റയർ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ട്രാൻസ്ക്രിപ്ഷന് 3 സ്റ്റെപ്സ് ആണുള്ളത്: ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഓക്കെ, കണ്ടോ, ഇനി ട്രാൻസ്ലേഷൻ ആണ്. ഇനീസിയേഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ആണ്. അതായത് ഒരു DNA പ്രൊമോട്ടർ സീക്വൻസിൽ വന്നിട്ട് RNA പോളിമറൈസ് ബൈൻഡ് ചെയ്തിട്ട് സെറ്റ് ആയിട്ടിരിക്കുക. അപ്പോഴേക്കും DNA അതിങ്ങനെ അൺവൈൻഡ് ചെയ്തിട്ട് ഇങ്ങനെ തുറന്നു വരും. ഇനീസിയേഷൻ എന്ത് ചെയ്യുന്നു, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് റീഡ് ചെയ്ത് അതിനനുസരിച്ചിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോംപ്ലിമെന്ററി ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്തിട്ട് mRNA ഇങ്ങനെ ലെങ്തി ആക്കി ഉണ്ടാക്കി കൊണ്ടുവരുന്നു. ഫൈനലി മൂവ് ചെയ്ത് RNA പോളിമറൈസ് ടെർമിനേറ്റർ സീക്വൻസിൽ എത്തുമ്പോഴാണ് ടെർമിനേഷൻ അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് ഓഫ് ദ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. അപ്പൊ അതിനുശേഷം ഉണ്ടായിട്ടുള്ള മെച്യൂർ അല്ല ഫസ്റ്റ് പ്രീ mRNA അവിടെ നിന്ന് റിലീസ് ചെയ്ത mRNA മോഡിഫിക്കേഷൻസ് നടത്തുന്നത് യൂകാരിയോട്സിലാണ്. പ്രൊകാരിയോട്സിൽ അതിന്റെ ആവശ്യം വരുന്നില്ല. യൂകാരിയോട്സിൽ 3 കാര്യങ്ങളാണ് അതിന് ചെയ്യുന്നത്. ഇൻട്രോൺസ് എല്ലാം കട്ട് ചെയ്ത് എക്സോൺസിനെ ജോയിൻ ചെയ്യണം, ദാറ്റ് മീൻസ് സ്പ്ലൈസിംഗ് പ്രോസസ്. ദെൻ ഒരു ക്യാപ്പ് 5' ക്യാപ്പും 3' ടെയിലും ഇട്ട് കൊടുക്കുന്നു. ഫൈനലി the pre-mRNA is converted into a mature mRNA which is ready to move to the cytoplasm, and by this processing it will get stability, it will be protected from different types of enzymes present in the cytoplasm. So ഇതാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കും.